നമസ്കാരം. രാഹുൽ ഗാന്ധി വയനാട് ജില്ല ഒഴിയുമ്പോൾ, നിയോജകമണ്ഡലം ഒഴിയുമ്പോൾ സഹോദരി പ്രിയങ്ക ഗാന്ധി വരുവാനുള്ള സാധ്യതയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. വയനാട്ടിൽ രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വരുമോ എന്നുള്ള ചോദ്യത്തിനടക്കം വന്നേക്കുമെന്ന് തന്നെയാണ് ഉന്നത കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ഇപ്പോൾ മറുപടി നൽകുന്നത് പോലും. കാരണം ഇന്നൊരു തീരുമാനം ഉണ്ടാകാൻ പോവുകയാണ്. കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം വയനാടിനെയും ഒപ്പം തന്നെ റായ്ബറേലിയെയും ആ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ളതും ആയിരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. പാർട്ടി എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ എടുക്കും. അത് ഇന്ന് തന്നെയായിരിക്കും അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വയനാട് രാഹുൽ ഗാന്ധിക്ക് മിസ് ചെയ്യുന്ന ഒരിടമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ വളരെ ചിന്തിക്കുന്നുണ്ട്. വയനാടിനെയും ഒപ്പം തന്നെ റായ്ബറേലിയിലെയും ജനങ്ങളെ നിരാശപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു തീരുമാനം അതുതന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നതും. അതുതന്നെയാണ് പ്രിയങ്ക ഗാന്ധി വീണ്ടും വയനാട്ടിലെത്തുമോ എന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വന്നേക്കും എന്നുള്ള മറുപടിയാണ്. അതുകൊണ്ട് വരുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. റായ്ബറേലിയിൽ മത്സരിക്കുവാൻ രാഹുൽ ഗാന്ധി ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്ത ഒരു തീരുമാനമാണ് എന്നും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അന്നേ തന്നെ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് എന്നുമൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എന്നാൽ ഇങ്ങനെ ആരും അറിയാത്ത തരത്തിൽ എല്ലാ കാര്യങ്ങളും രാഹുൽ ഗാന്ധി രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു. വയനാട്ടിലെ കാര്യത്തിൽ പാർട്ടി തീരുമാനം ഉടൻ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കോൺഗ്രസ്സുകാരിൽ നിന്നും വരെ ഉണ്ടാകുന്നത്. അതേസമയം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല അത് ഏറ്റെടുക്കുവാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യക്കുറവൊക്കെ രാഹുൽ ഗാന്ധി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് വിശാല കോൺഗ്രസ് അതിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങളൊക്കെ ഐകകണ്ഠ്യേന ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോകുവാൻ സംഘടനയെ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് പദവി ഒരു തടസ്സമാകുമെന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തേക്കാൻ സാധ്യതയില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവാകുന്നതോടുകൂടി ഡൽഹി വിട്ടുപോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടാകും. അതുകൊണ്ട് അത് പാർട്ടിയെ രൂപീകരിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടാകും. അതുകൊണ്ടാണ് പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവുമൊക്കെ നടത്തിയ മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തുക, ആ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ വേണമെന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് സംഘടന ശക്തിപ്പെടുത്തുന്നതിന് പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കേണ്ടതെന്നാണ് അദ്ദേഹം തീരുമാനിക്കുക. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു തീരുമാനമെടുക്കാനാകൂ എന്നാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഞാൻ മുൻപും ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായി തീർന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ആരായിരിക്കും അടുത്ത അതിന് യോഗ്യനാകുന്ന വ്യക്തി? ഒരുപാട് പേർ കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എങ്കിൽ കൂടിയും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന പേരുകൾ, കാരണം കഴിഞ്ഞ AICCയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് ഒരു നല്ല തീരുമാനം AICC കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യം ചിലപ്പോൾ ഈ ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസിനോ ഭരിക്കാമായിരുന്നു. കാരണം അന്ന് അവർ എടുക്കേണ്ട ഒരു തീരുമാനം AICCയുടെ അധ്യക്ഷ പദവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ശശി തരൂരും മല്ലികാർജ്ജുന ഖാർഗെയും ഏറ്റുമുട്ടിയപ്പോൾ അതിനാവശ്യമില്ല, പകരം കുറച്ചുകൂടി യുവത്വം നിൽക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് പുറകിലായിട്ട് നിൽക്കുന്ന ശശി തരൂർ AICC അധ്യക്ഷനായി വന്നിരുന്നുവെങ്കിൽ അത് മോദിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ വലിയൊരു ആയുധവും ഉപകരണവുമായിരുന്നു. പക്ഷേ അത് ചെയ്യുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തില്ലായിരുന്നു. ആ തീരുമാനം വളരെ കൃത്യമായി എടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടി നല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞേനെ, തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അതുണ്ടായേനെ, ചിലപ്പോൾ ഈ രാജ്യം ഭരിക്കുവാനുള്ള ഒരു സാധ്യതയും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായേനെ. പക്ഷേ അതെടുത്തില്ല. പകരം ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു പേരുകളിൽ ഒന്നെന്ന് പറയപ്പെടുന്നത് ശശി തരൂരിൻ്റെയാണ്. ശശി തരൂർ എന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരത്തിൻ്റെ ലോക്സഭാ MPയെ അവിടെ ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവായി അവരോധിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിനുമൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്കും ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഒക്കെ കണ്ടറിയേണ്ടതുണ്ട്. കാരണം ശശി തരൂരിന് അത്തരത്തിലുള്ള സാധ്യതകൾ നൽകുവാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പകരം മറ്റാരെങ്കിലും അറിയാമല്ലോ, KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരിലേക്കൊക്കെ പോകുവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന പേര് ശശി തരൂരിൻ്റെതാണ്. കാരണം ശശി തരൂർ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന് വേണമെങ്കിൽ മോദിയുമായിട്ട് അല്ലെങ്കിൽ ഭരണകക്ഷിയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മുഖമാണ് ശശി തരൂരിൻ്റേത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. അത് ഉപയോഗിക്കാൻ കോൺഗ്രസ് തയ്യാറായാൽ 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും മുഖം രക്ഷിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് കോൺഗ്രസിന് എത്തപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ തന്നെയും ഈ രാഹുൽ ഗാന്ധി മാറുകയും രാഹുൽ ഗാന്ധി
സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു നല്ല തീരുമാനമായിട്ട് തന്നെ നിൽക്കട്ടെ. പകരം ശശി തരൂരിനെ പോലൊരു പരിണതപ്രജ്ഞനായ നേതാവിനെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോക്സഭയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുവാനും കഴിയും. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് കൂടി ഉറപ്പിച്ചെടുക്കുവാനും കോൺഗ്രസിന് കഴിയും. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്കും ശശി തരൂർ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായിട്ടും വരട്ടെ.